അപ്പോൾ എന്തായാലും ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. ഇനിയ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റി. മിസ്റ്റർ കോട്ടയം നസീർ എന്ന് പറയുന്ന നസീറുമായിട്ട് ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളുള്ളത്. നമ്മൾ ഒരു ഗൾഫ് യാത്രയും അമേരിക്കൻ യാത്രയും ഒക്കെ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ അതുപോലെ നമ്മുടെ നസീർ സംക്രാന്തി, ജയകുമാറിൻ്റെ ഒരു വലിയൊരു തട്ടിയും മുട്ടി ഇയാളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അത് എന്നോടൊന്നും തോന്നിയിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ അയാളുള്ള കാര്യം പറയണം, ഇയാൾ അതിൽ എന്നെ തട്ടിമുട്ടി നിന്നാൽ മതി, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ വരണ്ട. ഇവിടെ അത്യാവശ്യം തട്ടിമുട്ടാനൊക്കെ ഞങ്ങൾ ആൾക്കാരുണ്ട്. ഇതിപ്പോൾ നമ്മളെ ജീവിതം കളയാൻ വേണ്ടിയിട്ട് ഓരോ കോമഡി ഒക്കെ ആയിട്ട് ആൾക്കാർ. സംക്രാന്തി നസീറും ചിലപ്പോൾ കുഴപ്പമുണ്ട്, അത് നസീർ ഒന്ന് സൂക്ഷിച്ചു. ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. സിനിമയിലേക്ക് വരാതെ ഇവനെ സൂക്ഷിക്കുന്നുണ്ട്. സിനിമയിലേക്ക് വരാതെ ശരിക്കും ഒരുപാട് താരങ്ങൾ ഓരോരുത്തരുടെ റോളും വളരെ കളർഫുൾ ആയിട്ടുണ്ട്. ഓരോരുത്തരുടെ ക്യാരക്ടറിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് സ്ക്രീൻ പ്ലേയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുമാത്രമല്ല ക്യാരക്ടർ എല്ലാവരും ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മൂവി കാണുമ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല ആരെയും. ഒരു ഫാമിലി എൻ്റർടൈനിങ് മൂവിയാണ് സ്വർണ്ണക്കടുവ. അപ്പോൾ ഞാനും ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ചേട്ടൻ്റെ കഥാപാത്രത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനൊരു രാഷ്ട്രീയ നേതാവാണ്. നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, നല്ലതും നല്ല സ്വഭാവമുള്ളവരും കുറച്ചുകൂടെ ആയിപ്പുള്ളവരൊക്കെ ആയിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ ആൾക്കാരുണ്ട്. എല്ലാ രംഗത്തും ഉണ്ട് അത് കേട്ടോ. രാഷ്ട്രീയത്തിൽ ചിലപ്പം കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് ഇല്ലല്ല, ചേട്ടൻ നല്ല ആളാണല്ലോ. അതാണല്ലോ ഞാൻ പറഞ്ഞത്, നല്ല ആൾക്കാരും കുറച്ചുകൂടെ ആയിപ്പുള്ള ആൾക്കാരും നല്ല ആൾക്കാരെന്ന് പറയുമ്പോൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ അതിന് അവർ തല്ലൊന്നുമില്ല. ഇല്ലില്ല, അത് പറയേണ്ട കാര്യമില്ല. ചേട്ടൻ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ പുകഴ്ത്തണേ. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് എനിക്ക് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് തോന്നിയത്. 2 സീനേ ഉള്ളെങ്കിൽ പോലും അതിൽ തൃശ്ശൂർ ഭാഷയാണ് കൈകാര്യം ചെയ്യുന്നത്. അതാണ് ഈ സിനിമയുടെ എല്ലാ ക്യാരക്ടേഴ്സും തൃശ്ശൂർ ഭാഷയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ തൃശ്ശൂർ ഭാഷ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അതിൻ്റെ സ്ലാങ് കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പറഞ്ഞു പോകാം, പക്ഷെ ഡബ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം തൃശ്ശൂർ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാളെ നിർത്തി അദ്ദേഹമാണ് അതൊക്കെ പറഞ്ഞ് എന്നൊക്കെ ചെയ്യിപ്പിച്ചത്. അതെനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ ഒരു സീനോ 2 സീനോ എന്നുള്ളതിനേക്കാൾ ഉപരി നല്ലൊരു പടത്തിൻ്റെ നല്ലൊരു സിനിമയുടെ ഭാഗമായി മാറുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്കിഷ്ടപ്പെട്ട ആർട്ടിസ്റ്റോടൊപ്പം വർക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ജോസ് തോമസ് എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ തുടക്കകാലത്ത് എനിക്ക് നല്ല നല്ല വേഷങ്ങൾ തന്നിട്ടുള്ള മാട്ടുപ്പെട്ടി മച്ചാൻ അടക്കമുള്ള സിനിമയിൽ ശ്രദ്ധേയമായ വേഷം തന്നിട്ടുള്ള സംവിധായകനാണ് അദ്ദേഹം. ഹ്യൂമർ വളരെ മനോഹരമായിട്ട് എടുത്ത് ഫലിപ്പിക്കാൻ കഴിവുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹം. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചിലപ്പം അത് എടുത്ത് ഫലിപ്പിക്കാൻ പറ്റുന്ന വരില്ല ഹ്യൂമർ. പിന്നെ നമ്മളൊരു തമാശ പറഞ്ഞാൽ, ഒരു സീനിൽ ഇംപ്രവൈസേഷന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ അതിൻ്റെ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി അവസരം തരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തൊരു ഭാഗമാകാൻ സാധിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ബിജു മേനോൻ എന്ന് പറയുന്ന നമ്മുടെ നടനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ ഇപ്പോൾ ഇറങ്ങുമ്പോഴും പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയാണ്. കാരണം അത്രയധികം നെഞ്ചിലേറ്റിയിരിക്കുന്നു ബിജുമേൻ എന്ന് പറയുന്ന നടനെ. വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ വന്ന അദ്ദേഹം ഇന്ന് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ നായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാം ഈ സിനിമയിലുണ്ട്. അതുപോലെ ബിജുവേട്ടനോടൊപ്പം പെയറായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ തന്നെ ഏത് ക്യാരക്ടർ കൊടുത്താലും വളരെ ലൈവായിട്ട് ചെയ്യുന്ന, ലൈക്ക് ആർട്ടിഫിഷ്യലായിട്ട് ആക്ട് ചെയ്യുന്നെന്ന് തോന്നത്തേ ഇല്ല. അത്രയും ലൈവായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ടൈമിങ്ങിൻ്റെ കാര്യത്തിലായിരുന്നാലും ഡെഡിക്കേഷൻ്റെ കാര്യത്തിലായിരുന്നാലും ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുന്ന രീതിയായിരുന്നാലും പുള്ളിക്കാരൻ ആ കഥാപാത്രത്തിന് പുള്ളിക്കാരൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യും. അതുമാത്രമല്ല നമുക്ക് ഡയറക്ടർ ജോസ് തോമസ് സാറ് എത്രത്തോളം ഭംഗിയാക്കാമോ ആ ക്യാരക്ടറിനെ ആ ഒരു സെറ്റിൽ നമുക്ക് അഭിനയിക്കാനുള്ള ഒരു സ്പേസ്, ലൈക്ക് ഒരു എന്താ പറയുക, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ വളരെയധികം ഈസി ആയിരുന്നു ലൈക്ക് ഇങ്ങനെ ഒരു സ്റ്റാർ കാസ്റ്റ്, അതുപോലെ തന്നെ ഒത്തിരി കോമ്പിനേഷൻ ആർട്ടിസ്റ്റുകളുള്ള ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇന്നസെൻ്റ് ചേട്ടാ, ഞാൻ എപ്പോഴും ചേട്ടനെ കാണുമ്പോൾ ചോദിക്കുന്നത്, ഇന്നിപ്പോൾ അങ്ങ് ചോദിച്ചേക്കാം, നമുക്ക് ചിലർക്ക് ചില ഡ്രസ് കോഡുണ്ട് അല്ലേ? ഇപ്പം നരേന്ദ്രമോദി അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രസ് കോഡ് ഞങ്ങൾ മിമിക്രിയിൽ ചെയ്യുമ്പം ആ ഡ്രസ് കോഡ് എടുത്തിട്ടാണ് മിക്കപ്പോഴും അവരെ അനുകരിച്ച് വേദിയിൽ അവതരിപ്പിക്കുന്നത്. നായനാർ സാറിന് ചെയ്യുമ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നൊരു ഓവർക്കോട്ട് പോലത്തെ ഒരു സാധനം ഇടുമായിരുന്നു. ചേട്ടൻ്റെ ഈ വേഷം ചേട്ടൻ എപ്പോഴും കാണുമ്പോൾ നെയ്യിൽ പൊരിച്ച പോലത്തെ അവിടെ ഇപ്പം നമ്മുടെ നെയ് റോസ്റ്റൊക്കെ കൊണ്ട് ഇടത്തില്ലേ, അങ്ങനത്തെ ഡ്രസ്സാകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ്. ആ മാല, ഈ ജുബ്ബ, ഈ മുണ്ടൊക്കെ
ഈ വസ്ത്രത്തിലേക്ക് തിരിയാനുള്ള കാരണം എന്തായിരുന്നു? ഈ വസ്ത്രത്തില് ഒരു കളറ്, ഒരു കളറ്. കളർ എന്ന് പറഞ്ഞാൽ ഒരു പകിട്ടുണ്ട്, അതാണോ? അതോ അതെന്താന്ന് വെച്ചാല് നമ്മൾ ഇപ്പൊ സിനിമയാണ് എന്നത് ഉണ്ടാവും വിചാരിക്കണ്ട. അപ്പൊ നമ്മള് എന്നും ഇതേ കളറിൽ നല്ല സിനിമയുള്ളപ്പോൾ ഇങ്ങനത്തെ കളറിലുള്ള ഈ ഷർട്ടാണ് ഇടണമെങ്കിൽ നമ്മൾ പൊളിഞ്ഞു കഴിഞ്ഞാലും ഒരു ഷർട്ടും ഒരു മുണ്ടേ വേണ്ടു. ഇതുകൊണ്ട് പിടിച്ചിരിക്കുക, ഇതുകൊണ്ട് പിടിച്ചു നിൽക്കണം. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ അയാളെന്റെ കളർ വേറെ കൊണ്ടുവരുന്നത്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ സിനിമാ നടൻ എന്നൊക്കെ പറഞ്ഞ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ പേടിച്ച് വലിക്കുക, അത് ചെയ്യുക. മുണ്ട് ചിലർ മുണ്ടൊക്കെ പോയിട്ടുണ്ട്, നമ്മൾ ജയറാമിന്റെ വരെ മുണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മുണ്ട് പോയാലും ഇത് ജുബ വെച്ചത് ഇവിടെ വരെ അഡ്ജസ്റ്റ് ചെയ്യില്ലേ? ഇതൊക്കെ ഞാൻ ആരോട് പറഞ്ഞു കൊടുക്കാനാണ്? ഇതൊക്കെ വേണമെങ്കിൽ ഒത്തിരി ടിപ്സ് ഉണ്ട് വേഷവിധാനത്തിൽ തന്നെ. കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയില് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നല്ലൊരു വേഷം കിട്ടിയൊരു പടമാണത്. അപ്പൊ അതിൽ ഇന്നസെന്റ് ഏട്ടന്റെ കൂടെയുള്ള ഒരു അസിസ്റ്റന്റാണ്, ഈ പച്ചൻ മുതലാളി എന്നാണ് പേര്. ഞാൻ സ്ഥിരമായിട്ട് തെറ്റിച്ച് വിളിക്കുന്ന ഈ ചപ്പൻ മുതലാളി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ അപ്പൊ എനിക്ക് ഭയങ്കര അപ്പൊ അതുപോലും മര്യാദയ്ക്ക് വിളിക്കാൻ അറിയാത്തൊരു ക്യാരക്ടറായിരുന്നു. കണ്ടില്ല, ഞങ്ങളൊരു 10-30 ദിവസം ഉണ്ടായിരുന്നു അന്ന് ചേട്ടന്. അപ്പൊ അതിനകത്തൊരു ഈ ശ്രീനിയേട്ടന് ബാലൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വലിയ കറങ്ങുന്ന ചെയറും കൊണ്ട് ഞങ്ങൾ കയറുന്നുണ്ട്. ഇത് നല്ല വെയിറ്റാണ് ഈ ചെയറിന്, കറങ്ങുന്ന ചെയറിന്. ഇത്രയേ ഉള്ള ഒരു വാതിലിൻ്റെ അകത്തൂടെ വേണം ഈ ചെയർ അകത്ത് കയറ്റിയിട്ട് പിന്നെ തിരിച്ചിറക്കി പിന്നെ അകത്ത് കയറി തിരിച്ചിറക്കിയിട്ട്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയുകയും ചെയ്യാം. അപ്പോൾ ടേക്കിന് 4-5 വർഷം റിഹേഴ്സലൊക്കെ എടുത്ത് കയറ്റി ഇറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചേട്ടനെ പറഞ്ഞത് ഇനിയും മതി, ഇവർക്ക് എന്താ വെച്ചാൽ കൂലി കണ്ട കൊടുത്തു വിട്ടേക്കാൻ. ഈ പണി അതായത് മാറിയുന്നുണ്ട്. ഞാൻ മാറി നിൽക്കും, ഞാൻ സീനിലില്ല. ഇവര് 3-4 പ്രാവശ്യമായി ഇത് എടുക്കുക അങ്ങനെ വെക്കുക. നിർത്ത്, അവർക്ക് എന്താ തലയെക്കെട്ടൊക്കെ കേട്ടില്ല, എന്താ അവരുടെ കാശെന്ന് വെച്ചാൽ കൊടുത്തു അവരെ പറഞ്ഞയക്കുന്ന. എന്നിട്ട് അത് മാത്രമല്ല, അവിടുന്ന് സത്യനന്ദിക്കാട് സാറിനെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം വിളിച്ച് അവരെ കണ്ടു കഴിഞ്ഞാൽ കൂലിക്കാരാ മസലൊക്കെ ഉണ്ട്. ഇന്ന് വരെ ജീവിതത്തിൽ പണിയെടുത്തിട്ടില്ല. മസലോട് കൂടി പ്രസവിക്കാന്ന് പറയില്ലേ, മസലോട് കൂടി പ്രസവിച്ച ആൾക്കാരാണ് നിങ്ങളൊക്കെ.